എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയായി പ്രാചീന കവിത്രയത്തിലെ മൂന്നാമത്തെ കവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹാകവിത്രയത്തിലെ ഇളമുറക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രാചീന കവിത്രയത്തിൽ മറ്റു രണ്ട് കവികളും ജീവിച്ചിരുന്ന കാലം കുറച്ചൊക്കെ അനുമാനങ്ങളാണ്, കൃത്യത കുറവാണ്. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാർ 1705 ജനനം, 1770 മരണം എന്ന ജീവിതകാലം കൃത്യതയുണ്ട്. അതുപോലെ തന്നെ പ്രാചീന കവിത്രയത്തിലെ ഇളമുറക്കാരനുമാണ്. ജനനം മലബാറിൽ, അന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടില്ല, മലബാറിലെ കിള്ളിക്കുറിശി മംഗലത്ത്. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ യൗവനകാലം ആയപ്പോഴേക്ക് പിതൃദേശമായ അമ്പലപ്പുഴയിലേക്ക് വരികയും അവിടെ രാജാവിൻ്റെ ആശ്രിതനെന്നോ സ്നേഹിതനെന്നോ അവിടെയാണ് അദ്ദേഹം പിന്നീട് തൻ്റെ ജീവിതം ജീവിക്കുന്നത്. ഈ രണ്ടു ദേശ സ്മൃതികൾ അല്ലെങ്കിൽ ഈ രണ്ടു ദേശങ്ങളിലെ അനുഭവങ്ങൾ കുഞ്ചൻ നമ്പ്യാർ എന്ന കവിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അറിവിൻ്റെയും അനുഭവങ്ങളുടെയും പശ്ചാത്തലങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പ്രധാനമായും കുഞ്ചൻ നമ്പ്യാർ എന്ന കവി ഒരു കാലഘട്ടത്തിനോട് കലഹിച്ചിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. താൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനോട് സന്ധിയില്ലാത്ത ഒരു കലഹം അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം ഉണ്ട്. പക്ഷേ രാജഭരണ കാലത്ത് ഒരു കവിക്ക് ആ വ്യവസ്ഥിതിയോട് കലഹിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ നാട്ടുമാടമ്പിത്തരം, ബ്രാഹ്മണ അധിനിവേശം, കയ്യൂക്കുള്ളവർ കാര്യക്കാർ എന്ന് സേവ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഉപഹാരങ്ങൾ, ഇങ്ങനെ ഒരുപാട് അഴുക്കുകൾ ഉള്ള ഒരു സമൂഹത്തെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കവിക്ക് വിമർശിക്കുവാൻ എന്തുമാത്രം പരിമിതികൾ ഉണ്ടോ ആ പരിമിതികളെ ഉല്ലംഘിക്കുക എന്നതാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്ത ഏറ്റവും വലിയ കാര്യം. അതിന് അദ്ദേഹം സ്വീകരിച്ച രീതിയാണ് ഏറ്റവും ശ്രദ്ധേയം. ഫലിതത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒരു വഴിയിലൂടെ പുരാണ കഥകളെ വിഷയമാക്കുകയും ആ പുരാണ കഥകൾക്ക് എല്ലാം തന്നെ കേരളത്തിൻ്റെ വർത്തമാന സാഹചര്യങ്ങളുമായി ഇണക്കി ചേർക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വളരെ സുവ്യക്തമാണെങ്കിൽ പോലും കഥാവിഷയങ്ങൾ പുരാണമായിരിക്കും. അപ്പോൾ താൻ ജീവിക്കുന്ന ഒരു കാലത്തെ അന്നത്തെ വ്യവസ്ഥിതിയുടെ തെറ്റുകുറ്റങ്ങളെ ഒരു കവി ചൂണ്ടിക്കാണിക്കുവാൻ എന്തെല്ലാം പരിമിതികൾ ഉണ്ടോ ആ പരിമിതികളെ ഉല്ലംഘിക്കുക എന്നതാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്ത ഏറ്റവും വലിയ സാഹസികത. അതൊരു വലിയ സാഹസികത തന്നെയാണ്. കാരണം ഇന്നും നമുക്കറിയാം, എഴുത്തുകാർ, സാഹിത്യ നായകന്മാർ, സാംസ്കാരിക പ്രതിഭകൾ എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യർ വ്യവസ്ഥിതിയുടെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കാതെ പാദസേവ ചെയ്തുകൊണ്ട് കിട്ടുന്ന പട്ടും വളയും കിട്ടുന്ന കപ്പവും പാരിതോഷികങ്ങളും സ്വീകരിച്ച് തൃപ്തരായി അതിൽ മുഴുകുന്നവരാണ് മഹാഭൂരിപക്ഷം. എതിർക്കുന്നവരാവട്ടെ അവർക്ക് കിട്ടുന്നത് കുപ്പിച്ചില്ലും കൂർത്ത കല്ലുകളും മാത്രമായിരിക്കും. അപ്പോൾ അന്ന് 18-ാം നൂറ്റാണ്ടിൽ ഒരു കവി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തിൻ്റെ തെറ്റുകുറ്റങ്ങളെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു രചനാ സങ്കേതം, അതും ഒരു നാട്യപ്രധാനമായ ഒരു രചനാ സങ്കേതം ആവിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ എത്ര കൂർമ്മബുദ്ധിയായ, എത്രയ്ക്ക്
കാലങ്ങൾക്കപ്പുറം സഞ്ചരിച്ച ഒരു ക്രാന്തദർശിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്നത് നമുക്ക് കാണാതെ വയ്യ. അദ്ദേഹത്തിന്റെ കവിത്വത്തെ, ക്രാന്തദർശിത്വത്തെ, സൂക്ഷ്മ നിരീക്ഷണ പാടവത്തെ, സാമൂഹ്യ വിമർശന ത്വരയെ നാം ശ്രദ്ധിക്കുക തന്നെ വേണം. അദ്ദേഹം തൻ്റെ കാവ്യരചനാ സങ്കേതത്തെ വളരെ കൃത്യമായി ഈ വരികളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓരോ തരത്തിലുള്ള മറയും ഇല്ലാതെ, ഓരോ തരത്തിലുള്ള നാട്യവും ഇല്ലാതെ വളരെ കൃത്യമായി അദ്ദേഹം തന്നെ പറയുന്നത് നോക്കൂ. ഒരുത്തനും ലഘുത്വത്തെ വരുത്തുവാൻ മോഹമില്ല, ഒരുത്തനും ഹിതമായി പറവാനും ഭാവമില്ല. നോക്കൂ, രാജഭരണകാലത്ത് രാജ കൊട്ടാരത്തിൽ ആശ്രിതരായി ജീവിക്കുന്ന കവികൾ, അങ്ങനെയുള്ള ഒരു കവി തൻ്റെ കാലഘട്ടത്തെ നോക്കി പറയുന്ന ഈ വാക്കുകളിൽ അദ്ദേഹം എത്ര വലിയ ഒരു വിപ്ലവകാരിയാണ് എന്ന് വ്യക്തമാണ്. ഒരുത്തനെയും സുഖിപ്പിച്ച് പറയാൻ ഭാവമില്ല എന്നാണ് വളരെ വാച്യമായി അദ്ദേഹം പറയുന്നത്. ഒരു നാട്യങ്ങളുമില്ലാതെ ഒരുത്തരെയും സുഖിപ്പിച്ച് പറയാൻ ഭാവമില്ല. സംസ്കൃതത്തിൽ ഒരു സൂക്തമുണ്ട്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. അപ്രിയമായ സത്യം പറയരുത്. പിന്നെയോ സത്യം പറയണം, പ്രിയം പറയണം, പക്ഷെ അപ്രിയമായ സത്യം പറയരുത്. എന്നാൽ സത്യം പലപ്പോഴും അപ്രിയമാണ്. ഈ അപ്രിയമായ സത്യങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ജീവിതം വളരെ ക്ലിഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട് എല്ലാ കാലത്തും. അവരെപ്പോഴും രാജപാതകൾക്ക് അകലെയാണ്, ഒറ്റപ്പെട്ടവരാണ്. അന്ന് ഒരു കവി എല്ലാ വ്യവസ്ഥിതികളെയും നോക്കി ചൂണ്ടുവിരൽ ഉയർത്തി പറയുന്നത് എന്താണ്? ആരെയും സുഖിപ്പിച്ച് പറയാൻ താല്പര്യമില്ല, സത്യം സത്യമായി പറയും. ഒരുത്തനും ലഘുത്വത്തെ വരുത്തുവാൻ മോഹമില്ല, ഒരുത്തനും ഹിതമായി പറവാനും ഭാവമില്ല. മഹാഭൂരിപക്ഷം അങ്ങനെ ആണ് താനും. ഇത്രയ്ക്ക് സാമൂഹിക വിമർശന പ്രധാനമായി ഒരു രചനാ സങ്കേതത്തെ ഒരു കവി തൻ്റെ രചനയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വിപ്ലവാത്മകമാണ്, സാഹസികമാണ്. ഇരുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെ ആത്മഹത്യാപരവുമാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുമ്പോൾ ഇരിക്കുന്ന ആളാണ് ആദ്യം വീഴുക. എല്ലാ കാലത്തും വ്യവസ്ഥിതിയുടെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഏതൊരു കവിയാവട്ടെ, സാമൂഹ്യ വിപ്ലവകാരിയാവട്ടെ, ചിന്തകനാവട്ടെ, ഏതൊരു മനുഷ്യനും ഇരുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെ ക്ലിഷ്ടകരമായ ജീവിതമാണ് നയിക്കുന്നത്. യാതൊരു തർക്കവുമില്ല ആ കാര്യത്തിൽ. അവർ പല രീതിയിൽ ഭരണകൂടത്തിന്റെ വേട്ടയാടലുകൾക്ക് വിധേയരാണ്. കുഞ്ചൻ നമ്പ്യാർ തൻ്റെ കവിതയിൽ ഇങ്ങനെ വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞുകൊണ്ടാണ് രചന തുടങ്ങുന്നത്. അപ്പോഴും അദ്ദേഹം ഒരു കാര്യം വളരെ ഇതുപോലെ തുറന്നു പറയുന്നുണ്ട്. അതുവരേക്കും രചനയിൽ സംസ്കൃത ഭാഷാ സ്വാധീനം, എഴുത്തച്ഛന്റെ കാലം ഉണ്ടാക്കിയ ആ ഒരു സംസ്കൃത ഭാഷാ സ്വാധീനം നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തനി മലയാളത്തിലാണ് തൻ്റെ കാവ്യങ്ങൾ താൻ രചിക്കുന്നത് എന്നും ഇതുപോലെ കുഞ്ചൻ നമ്പ്യാർ പറയുന്നുണ്ട്. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. ചാരു കേരള ഭാഷ അത് മലയാളമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷ, തനി മലയാളത്തിൽ, ശുദ്ധ മലയാളത്തിൽ, സംസ്കൃതത്തിന്റെ ഒരു പ്രാധാന്യവും ഒരു പ്രചുരിമയും ഇല്ലാതെ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന നാട്ടുഭാഷയിൽ ഞാനൊരു കാവ്യം രചിക്കുകയാണ് എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇത്തരത്തിൽ സാമൂഹിക വിമർശനത്തിന് നല്ല കേരള ഭാഷ തന്നെ
അദ്ദേഹം സ്വീകരിക്കാൻ കാരണം എന്തായിരിക്കും? എല്ലാവർക്കും മനസ്സിലാവണം. താൻ പറയുന്നത് ഈ സമൂഹത്തിനെ വിമർശിക്കുകയാണ്, ഈ സമൂഹത്തിലെ കുറെ കൊള്ളരുതാഴികകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് മനുഷ്യർക്ക് മനസ്സിലാവണം. വളരെ ലളിതമാണ്. അത് മനുഷ്യർക്ക് മനസ്സിലാവണം. നന്നാവാൻ ഉദ്ദേശമുള്ളവർ നന്നാവട്ടെ. ആത്മശുദ്ധീകരണം നടത്തി സ്വയം നന്നാവാൻ ആഗ്രഹിക്കുന്നവർ നന്നാവട്ടെ. ഇങ്ങനെ ഒരുപാട് അപ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒരു പക്ഷേ ഈ ഒരു പറച്ചിലിൽ, ഈ ഒരു തുറന്നു പറച്ചിലിൽ ഉണ്ടായിരിക്കാം. ഇനി കുഞ്ചൻ നമ്പ്യാർ എന്ന മനുഷ്യനെ രൂപപ്പെടുത്തിയതിന്റെ പിന്നിൽ ഒരു കഥ, ഒരു ഐതിഹ്യമുണ്ട്. അത് എന്തു തന്നെയാണെങ്കിലും അതിൽ എത്രമാത്രം സാങ്കത്യം ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ എനിക്ക് അതിൽ നിന്ന് അരിച്ചെടുക്കാൻ തോന്നിയത് ഇത് മാത്രമാണ്. അവമതിപ്പുകളാണ് ഏറ്റവും വലിയ ആസ്തി. പുതിയ കാലം അത് കുറച്ചുകൂടി മനോഹരമായ ഒരു ഭാഷയിൽ പറയും, ഇൻസൾട്ട് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന്. കുഞ്ചൻ നമ്പ്യാർ അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്ന അവമതിപ്പുകളാണ് എൻ്റെ ആസ്തി. നിങ്ങൾ എന്നെ പരിഹസിച്ചു, അത് മാത്രമായിരുന്നു എൻ്റെ സമ്പാദ്യം. പരിഹാസം പാപഹരം. അവമതിപ്പുകളെ ഞാൻ ആസ്തിയാക്കി മാറ്റി. നിങ്ങൾ എന്നെ കൂവി, നിങ്ങൾ എന്നെ പുറത്താക്കി. ഞാൻ പിറ്റേന്നാൾ കൂടുതൽ തെളിയിക്കപ്പെട്ട് കൂടുതൽ ശക്തനായി തിരിച്ചു വന്നു. നിങ്ങൾ തന്ന ആക്ഷേപങ്ങളാണ്, നിങ്ങൾ തന്ന അപമാനങ്ങളാണ് എൻ്റെ അഭിമാനത്തിന് തറക്കല്ലിട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആ കഥ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നടക്കുന്ന ചാക്യാർ കൂത്തിൽ, അന്ന് ചാക്യാർ കൂത്ത് ക്ഷേത്ര കലാരൂപമായി കഥകളിയും കൂത്തും കൂടിയാട്ടവും ഒക്കെ നടക്കുന്ന കാലമാണ്. തുള്ളൽ എന്ന കലാരൂപം വന്നിട്ടേയില്ല. ജനങ്ങൾക്ക് അങ്ങനെ ഒന്നിനെക്കുറിച്ച് അറിയുകയേയില്ല. ചാക്യാര് കൂത്തു പറയുമ്പോൾ മിഴാവ് കൊട്ടുന്ന ജോലിയായിരുന്നു നമ്പ്യാർക്ക്. ചാക്യാര് കൂത്തു പറയുന്നതിനിടയിൽ മിഴാവ് കൊട്ടുന്നതിനിടയിൽ നമ്പ്യാർ ഉറങ്ങിപ്പോയി എന്നാണ് കഥ. മിഴാവ് കൊട്ടുന്നതിനിടയിൽ ഉറങ്ങിപ്പോയ നമ്പ്യാരെ കൂത്തു പറയുന്നതിനിടയിലൂടെ ചാക്യാർ കണക്കില്ലാതെ ആക്ഷേപിച്ചു. അന്ന് മുറിഞ്ഞ മനസ്സുമായി കളിയരങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയ നമ്പ്യാർ പിറ്റേന്ന് സന്ധ്യാനേരത്ത് ചാക്യാര് കൂത്തു പറയുന്നതിന് ആ സമയമാവുമ്പോഴേക്കില് തൊട്ടപ്പുറത്ത് തുള്ളൽ എന്ന കലാരൂപവുമായി പ്രത്യക്ഷീഭവിച്ചു എന്നാണ് കഥ. ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ കൊണ്ട് ഒരു മനുഷ്യന് തുള്ളൽ എന്ന ഒരു കലാരൂപം ആവിഷ്കരിക്കാൻ കഴിയുമോ? അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ് എന്ന് ഞാൻ പറയും. സാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തന്ന അവമതിപ്പുകളിൽ നിന്ന് ഞാൻ ഉയിർത്തെഴുന്നേൽക്കും. നിങ്ങൾ തന്ന അപമാനങ്ങളിൽ നിന്ന് എൻ്റെ അഭിമാനത്തിന്റെ അസ്ഥിവാരം, അടിത്തറ ഞാൻ പണിതുയർത്തും. ഒറ്റ ദിവസം മതി. അഭിമാനിയായ ഒരു മനുഷ്യന് ആത്മഹത്യയല്ല അഭയം, അതിജീവനം തന്നെയാണ് വരം എന്ന് തെളിയിക്കുവാൻ ഒരു ദിവസം ധാരാളമാണ്. ശാസ്ത്രീയമായ അപഗ്രഥനങ്ങൾക്ക് അതിൻ്റെ വഴിക്ക് പോവട്ടെ. കഥയിലെ വിശ്വാസ്യത നിങ്ങൾ അരിച്ചെടുക്കുക. പക്ഷെ ഞാൻ ഈ കഥ വിശ്വസിക്കും. കാരണം തലേ ദിവസം വിശപ്പ് കൊണ്ടും നിരന്തരമുള്ള ഉറക്കമില്ലായ്മ കൊണ്ടും ഒരു നിമിഷം ക്ഷീണിതനായ നമ്പ്യാർ ഒന്ന് ഉറങ്ങിപ്പോയതിന് അതിക്രൂരമായി ആക്ഷേപിച്ച ചാക്യാർക്ക് പിറ്റേന്നാൾ ത്രിസന്ധ്യാനേരത്ത് മറ്റൊരു നടന കലാരൂപവുമായി അതേ അമ്പലത്തിന്റെ വേദിക്കപ്പുറം നമ്പ്യാർ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ അത് സാധ്യമാണ്. അത് സാധ്യമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തുള്ളൽ എന്ന കലാരൂപം ആവിർഭവിച്ചു എന്നാണ് ഐതിഹ്യം. അതെന്ത് തന്നെയാണെങ്കിലും തുള്ളൽ എന്ന കലാരൂപത്തോടു കൂടി ചാക്യാർ കൂത്തിന്റെ ജനപ്രീതി കുറഞ്ഞു. കാരണം ചാക്യാർ കൂത്തിനേക്കാളൊക്കെ എത്രയോ ലളിതമാണ് തുള്ളൽ. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന
ചാരുകേരള ഭാഷയാണ്. ആർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. പോരാത്തതിന് ധാരാളം ജീവിത സാഹചര്യങ്ങളെ കോർത്താണ് നമ്പ്യാർ തൻ്റെ തുള്ളൽ കലാരൂപങ്ങൾ ആവിഷ്കരിച്ചത്. ഒരു കാലഘട്ടത്തെ എതിർക്കുവാൻ കവിതയെ കൂട്ടുപിടിച്ച് കവിതയെ ഒരു ചാട്ടവാറാക്കി സാമൂഹിക വിമർശനം സാധ്യമാണ് എന്ന് തെളിയിച്ച മഹാകവിയാണ് കുഞ്ചൻ നമ്പ്യാർ. മലയാള ഭാഷ എന്നുമെന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം എല്ലാ കാലവും വ്യവസ്ഥിതികളെ തിരുത്താൻ ഒരു ചൂണ്ടുവിരൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇരുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയുള്ള അതിസാഹസിക വൃത്തികൾ ചെയ്യുന്ന ചില മനുഷ്യർ എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. അത് കാലം ആവശ്യപ്പെടുന്നതാണ്.